പരിശുദ്ധ മേരിമാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെയും തിരുസന്നിധിയിൽ വരുവാനും സാക്ഷ്യം പറയാനും സാധിച്ചതിൽ ഞാൻ കോടാനുകോടി നന്ദി പരിശുദ്ധ കൃപാസന മാതാവിന് അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ഡോക്ടർ ജോൺസൺ ആളൂർ, സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് മരത്തൻകോട്. ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹ സാക്ഷ്യം പറയുന്നതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2023 ജനുവരി 9 എൻ്റെ ഇടവപ്പള്ളിയിൽ വിശുദ്ധ കുർബാന കണ്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് പെട്ടെന്ന് ട്വിസ്റ്റ് ആവുകയും ശക്തിയായിട്ടുള്ള വേദനയും നീരും ഉണ്ണത്തിന് വരികയും ഞാൻ അടുത്ത ദിവസം തന്നെ കുന്നംകുളത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം 3 മാസത്തോളം മരുന്ന് കഴിച്ചു. ശക്തിയായിട്ടുള്ള വേദനയും നീരും ഒട്ടും കുറയാതെ വന്നപ്പോൾ വിവിധ ഓർത്തോപെഡിഷ്യന്മാരെ കാണുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിഷ്യനെ കാണുകയും ഓർത്തോപെഡിഷ്യൻ എനിക്ക് സർജറി നിർദ്ദേശിക്കുകയും ചെയ്തു. ശക്തിയായിട്ടുള്ള വേദനയും നീരും കുറയാതെ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ഈ അത്ഭുത സത്യം എനിക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ നിന്നുള്ള കൃപാസനം മാസിയെന്നും എനിക്ക് ഇവിടുത്തെ കൃപാസനം മാതാവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുകയും അതിൽ പ്രകാരം എനിക്ക് ഇവിടെ വന്ന് കൃപാസനനാഥൻ്റെ നേരിട്ട് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിയാതെ ഇരുന്നുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. അന്ന് തൊട്ട് എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും രാത്രിയിൽ ബൈബിൾ വായനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലാറുണ്ടായിരുന്നു. അതുപോലെ ഓർത്തോപെഡിഷ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ജൂൺ 28 തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആസ്പത്രിയിൽ എനിക്ക് സർജറി നടത്തി. സാധാരണ ഇതിൽ ഒരാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ വിടാമായിരുന്നെങ്കിലും 13 ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ സർജറി ചെയ്തപ്പോൾ എനിക്ക് വേദന കുറഞ്ഞാൽ പോലും എൻ്റെ കാലിൻ്റെ ശക്തി കുറഞ്ഞ് വലത് കാല് ഒട്ടും അനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവിടുത്തെ ഓർത്തോപെഡിഷ്യൻ അവസാനം എന്നോട് പറഞ്ഞത്, ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് എന്താ വേണ്ടത് ഡോക്ടറെ, ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ വളരെ വിഷമം മൂലം ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ ഡിസ്ചാർജ് ചെയ്തോളാം, ഞാൻ വീട്ടിൽ പോയിട്ട് കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ആംബുലൻസിലാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 4 മാസത്തോളം എനിക്ക് കട്ടിലിൽ നിന്ന് തീരെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, കാല് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ. യൂറിൻ പോകുന്നതിനായിട്ട് കത്തീറ്റർ ഇട്ടിട്ടുണ്ട്, യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ടോയ്ലറ്റ് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഡയപ്പർ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ 4 മാസത്തോളം ഞാൻ കട്ടിൽ കിടക്കുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചെല്ലാതിരിക്കുകയുണ്ടായത്. അങ്ങനെ ആ വേദനകളൊക്കെ അനുഭവിക്കുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കം വരുത്തിയിരുന്നു. അങ്ങനെ ഒക്ടോബർ 18 എന്നെ ദിവസം 2 നേരം എൻ്റെ ഭാര്യ തുടച്ച് ശരീരം തൊലിയൊന്നും പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മോയ്സ്ചറൈസ് ക്രീം പുരട്ടി തരാറുണ്ട്. ഒക്ടോബർ 18 ഭാര്യ ഈ അകരിയിരുന്ന് ജപമാല ചെല്ലുകയും ബൈബിൾ വായന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉടമ്പടി പ്രാർത്ഥന ഒന്ന് ചെല്ല്, കുറച്ചാളായിട്ട് മുടക്കി ഉടമ്പടി പ്രാർത്ഥനയാണല്ലോ, ഒന്ന് ചെല്ലാന്നും പറഞ്ഞ് വീണ്ടും ഭാര്യ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം എന്നെ രാത്രിയിൽ 2ാമത്തെ തുടയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരം ആസകലം തുടച്ച് മോയ്സ്ചറൈസ് ക്രീം പുരട്ടുന്നതിന് വേണ്ടിയിട്ട് വലത് കാല് കൈകൊണ്ടെടുത്ത് പൊക്കി മോയ്സ്ചറൈസ് ക്രീം പുരട്ടുന്ന സമയത്ത് ഈ വലത് കാല് ഏറെക്കുറെ 1 ഇഞ്ചോളം തനിയെ പൊന്തി. ഞാൻ ഭാര്യയോട് എൻ്റെ ഷെയറിൽ എൻ്റെ കാലിത പൊന്തുണെന്ന് പറഞ്ഞു. വളരെ അത്ഭുതമാണ് സംഭവിച്ചത്. കൃപാസനം ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയ ഉടനെ തന്നെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ എൻ്റെ വലത് കാലിനെ ജീവൻ വെച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അവിടെ നിന്ന് എനിക്ക് കാല് കുറേശ്ശെ എനക്കാനായിട്ട് കഴിഞ്ഞു. നിരന്തരമായിട്ട് ഞാൻ കൃപാസന മാതാവിനോട് അന്നോട്ട് പ്രാർത്ഥന മുഴുവൻ സമയം ഞാൻ കിടക്കുകയാണ്, മുഴുവൻ സമയം പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന 2 തവണയല്ല, എല്ലാ സമയവും ഉടമ്പടി പ്രാർത്ഥനയും ജപമാലയും നിരന്തരം ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ക്രച്ചസിൽ ഇപ്പോൾ എനിക്ക് നടക്കാനായിട്ട് കഴിയുന്നു. വളരെ അത്ഭുതമാണ് സംഭവിച്ചത്. ഡോക്ടർമാർ കൈയൊഴിഞ്ഞ കാര്യമാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്,
കാലിൻ്റെ മെനിസ്കസിന് ടിയർ സംഭവിച്ചിരിക്കുന്നത്. MRI സ്കാനിൽ വ്യക്തമായിട്ട് മെനിസ്കസ് ടിയർ സംഭവിച്ചിട്ടുണ്ട്. ബോണിൽ നിന്നും കാർട്ടിലേജ് വിട്ടുപോകുന്നിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുവഴി എനിക്ക് തോന്നുന്നു ഞാൻ അവിടുത്തെ കാറ്റഗിസം അധ്യാപകനാണ്. ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലിൻ്റെ മുട്ട് തെറ്റിയിട്ട് ഈ അനുഭവം ഉണ്ടായത്. വലിയൊരു സാക്ഷ്യം നൽകുന്നതിനായിട്ട്, കൃപാസന മാതാവിൻ്റെ വലിയൊരു സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇത്ര കാലം ഒരുക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് കൃപാസന മാതാവ് ഒരുക്കി തന്നതിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.